ഈ ഷാനിക്കയും ഹിഷാം ചേട്ടനും തമ്മിലുള്ള കൊളാബറേഷൻ എപ്പോഴായിരുന്നു തുടങ്ങിയത്? അതെന്ന് ഹിഷാം തന്നെ പറയട്ടെ. ആക്ച്വലി മലർവാടി ആർട്സ് ക്ലബിന് മുമ്പ് ഷാനിക്ക വിനീതേട്ടൻ്റെ ആൽബം, അതായത് ഇൻഡിപെൻഡൻറ്റ് സോങ്സ് റിലീസ് ചെയ്യുന്ന ഒരു സമയം ഉണ്ടായിരുന്നല്ലോ, 2007-8 ആ സമയത്ത്. അപ്പം ആ സമയം തൊട്ടേ ഷാനിക്കാൻ്റെ മ്യൂസിക് ഫോളോ ചെയ്യുന്നുണ്ട് ഞാൻ. പിന്നെ അതിന് ശേഷം മലർവാടി ആർട്സ് ക്ലബിൻ്റെ ഒരു ടൈമിൽ ഷാനിക്ക ഒരു തവണ കോറസിന് റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് വരാൻ പറ്റിയില്ല. ഞാൻ അപ്പം സൗദിയിൽ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവിടെ നിന്ന് നമ്മുടെ റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്ത് ഞാൻ എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് മെസ്സേജ് അയക്കും. അങ്ങനെയാണ് സ്നേഹം ചേരും നേരം എന്ന് പറഞ്ഞ സോങ് പാടാനായിട്ട് ഷാനിക്ക വിളിക്കുന്നതും. പിന്നെ ഓം ശാന്തി ഓശാന അത് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന അവിടെ നിന്ന് സ്റ്റുഡിയോയിൽ നിന്ന് റെക്കോർഡ് ചെയ്ത് കൊടുക്കുക. സൗണ്ട് എഞ്ചിനീയറിംഗ് പഠിക്കുന്ന സമയത്ത് ദുബായിൽ നിന്ന് പാടി അയച്ചു കൊടുത്തു. പിന്നെ തിരയിൽ പാട്ട് പാടാൻ വേണ്ടി വിളിക്കുമ്പോഴാണ് ചെന്നൈയിൽ വന്ന് പാടുന്നത്. പിന്നെ അത് ടേക്ക് ഓഫ്, പുൽക്കൊടിയിൽ എന്ന് പറഞ്ഞ സോങ് പാടി, കൊച്ചോ പോലോ അയ്യപ്പ കോയിലോ അതിലൊരു സോങ് പാടി, ഏത് മേഘമാരി സോങ് പാടി, അങ്ങനെ കുറേ സോങ്സ് പാടാൻ പറ്റി ഷാനിക്കാൻ വേണ്ടി. താങ്ക് യു ഷാനിക്ക, ഇത്രയും സോങ്സ് തന്നതിലും. അത് ചില നേരത്ത് അവർ നമുക്ക് തരുന്ന കോൺഫിഡൻസിലാണ് നമ്മുടെ ഔട്ട്പുട്ട് ഇരിക്കുന്നത്. അത് മ്യൂസിക് കമ്പോസ് ചെയ്യുന്ന കാര്യത്തിലാണെങ്കിലും സോങ് പാടുന്ന കാര്യത്തിലാണെങ്കിലും. അപ്പം ചില സമയത്ത് സോങ് നീ ധൈര്യമായിട്ട് പാടുക എന്ന് പറയുന്ന അത് കേട്ടിട്ട് നമ്മൾ പാടുന്ന സമയത്താണ്. ഇപ്പം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ടേക്ക് ഓഫിലെ സോങ് പുൽക്കൊടിയിൽ ആ ശ്രുതിയിൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ള റേഞ്ചാണ്. അപ്പം അത് പാടുന്ന സമയത്ത് ഭയങ്കര കംഫർട്ടബിളാക്കി മൈക്കിനോട് അടുപ്പിച്ച് വെച്ച് ഗെയിനൊക്കെ കൂട്ടി അങ്ങനെയാണ് റെക്കോർഡ് ചെയ്തത്. അത് എനിക്കിപ്പോഴും അത് ഓർമ്മയുണ്ട്. ആൻഡ് ദെൻ സോങ് എല്ലാം നമുക്ക് ഇവരുടെ അടുത്ത് ഏറ്റവും നല്ല ഔട്ട്പുട്ട്, കാരണം ഇത് പാടുന്ന അവർക്കും കൂടെ ഗുണം ചെയ്യണം. വെറുതെ ആസ് എ മ്യൂസിക് ഡയറക്ടർ ഓഫ് കോഴ്സ് യെസ്, എനിക്ക് എൻ്റെ പാട്ടിനെ പറ്റിയിട്ട് അല്ലെങ്കിൽ ഇന്ന് കമ്പോസേഴ്സ് ആരാണെങ്കിലും നമുക്ക് നമ്മുടെ പാട്ടിനെ പറ്റിയിട്ട് ഒരു കാഴ്ചപ്പാടുണ്ടാവും. ഇപ്പോൾ പുൽക്കൊടിയിലാണെങ്കിലും തിരയിലെ താഴ്വാരാണെങ്കിൽ ഇത് കമ്പോസ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്ക് ഇങ്ങനെ ഒരു ഉൾവിളി വരും. ഓക്കെ, ഇത് ഇന്നയാൾ പാടണം. താഴ്വാരം കമ്പോസ് ചെയ്തപ്പോൾ അത് ദർ വാസ് നോ ക്വസ്റ്റ്യൻ. അത് നേരെ ഹിഷാം ആൻഡ് നേഹ ഇവർ രണ്ടുപേരും കൂടെ പാടാന്നുള്ളത് ഉറപ്പിച്ചതാണ് അവിടുന്ന്. കാരണം ഒരു ഭയങ്കര സിംഗറാണ്. അത് ശരിക്കും ഹിഷാമിനെ ആസ് എ സിംഗർ ഒരുപാട് മ്യൂസിക് ഡയറക്ടേഴ്സ് യൂട്ടിലൈസ് ചെയ്യണം എന്നാണ് ഞാൻ പറയുന്നത്. ബിക്കോസ് അമേസിങ് സിംഗർ, ഒരു രക്ഷയില്ലാത്ത സിംഗറാണ്. പിന്നെ ഓഫ് കോഴ്സ് ഇപ്പം ഒരു അടിപൊളി കമ്പോസർ കൂടിയാണ്. ടെക്നിക്കലി ഭയങ്കര നോളജ് ഉള്ള ഒരാളാണ്. എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. താങ്ക് യു. പിന്നെ ഹംബിൾനെസ്സിൻ്റെ നിറകുടം, അത് ഒക്കെ നമ്മൾ ഹിഷാമിനെ കണ്ട് പഠിക്കണം. നമ്മൾ അത് ഭയങ്കര വലിയ കാര്യമാണ്. ആക്ച്വലി ടെക്നിക്കലി പറയുമ്പം മ്യൂസിക്, അതായത് മ്യൂസിക് സോഫ്റ്റ്വെയർ യൂസ് ചെയ്ത് പാട്ടുണ്ടാക്കുന്ന സമയത്തുള്ള ഡൗട്ട്സ് ഒക്കെ ഫസ്റ്റ് ഞാൻ ഷാനിക്കാനെ വിളിച്ചിട്ട് സംസാരിക്കുന്നത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. സിസ്റ്റം ചീത്തയായി പോയതിന് ശേഷം എവിടെ നിന്ന് സിസ്റ്റം ഓർഡർ ചെയ്യണം, ഏത് സോഫ്റ്റ്വെയർ യൂസ് ചെയ്യണം. അപ്പം ആ കാലഘട്ടം തൊട്ടേ ഷാനിക്കാനെ ഫോളോ ചെയ്യുന്നൊരു വലിയൊരു ഫോളോവറാണ് ഞാൻ. സോ എപ്പോഴും ഈ അടുത്തുള്ള സിനിമയ്ക്ക് പാടാൻ പോയ സമയത്ത് പോലും സ്റ്റുഡിയോയിലോട്ട് എൻ്റർ ചെയ്യുന്ന സമയത്ത് ഇപ്പോഴുള്ള കാര്യങ്ങൾ, മ്യൂസിക്കിൻ്റെ അപ്ഡേറ്റ്സ് എന്താണ്, അതൊക്കെ അവൻ ഇങ്ങോട്ട് പറഞ്ഞു തരും. കേട്ടോ, ഹൈലി അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു മനുഷ്യനാണ്. അതുപോലെ അത് എനിക്കെന്താണെന്ന് വെച്ചാൽ ഈ പുൽക്കൊടിയിൽ പാടിയ സ്റ്റുഡിയോയിലേക്ക് തന്നെയാണ് ഇപ്രാവശ്യം വിനീതിൻ്റെ പടത്തിലേക്ക് പാടാൻ വേണ്ടിയിട്ട് വീണ്ടും കയറി വരുന്നത്. അപ്പോൾ ആ ഒരു ഇതൊക്കെ നമുക്ക് ഭയങ്കര നൊസ്റ്റാൾജിയ ഉണ്ടാക്കുന്ന സാധനങ്ങളാണ്. അതിലൊരു കമ്മിറ്റ്മെൻറ്റും ഉണ്ട്. കാരണം ഇപ്പം ഈ പാടിയ സോങ്, വിനീതേട്ടൻ്റെ ഫിലിമിലുള്ള നെക്സ്റ്റ് സോങ് എനിക്ക് ഇതിൻ്റെ റഫ് അയച്ചു തരുന്ന സമയത്ത് ഞാനും വൈഫും കൂടെ ഒരു ട്രാവലിങ്ങിന് പോയിരിക്കുകയായിരുന്നു. പുറത്തായിരുന്നു, ഇന്ത്യയിൽ പുറത്തൊരു ട്രാവലിങ്ങിന് പോയിരിക്കുക. അപ്പം ആ സമയത്ത് ഞാൻ എൻ്റെ സിസ്റ്റം കയ്യിലെടുത്തിട്ടുണ്ട്. ഈ സോങ് എനിക്ക് എങ്ങനെയെങ്കിലും പാടി ഷാനിക്കായും വിനീതേട്ടനും ഓക്കെ പറയണം എന്നുള്ള ഒരു വലിയ ആഗ്രഹത്തിൻ്റെ പുറത്താണ് ഞാൻ ആ സിസ്റ്റമൊക്കെ കയ്യിലെടുക്കുന്നത്. പക്ഷേ അൾട്ടിമേറ്റ്ലി ഈ സോങ് ഒക്കെ കേട്ട് ഷാനിക്കയും വിനീതേട്ടനും ഓക്കെ പറയുമ്പോൾ, ഡയറക്ടറും മ്യൂസിക് കമ്പോസറും ഓക്കെ പറയുമല്ലോ, ആ ഒരു ഫീലിംഗ് വല്ലാത്ത ഫീലിംഗ് ഇപ്പോഴും അതിൽ റീറ്റെയിൻ ചെയ്ത് നിൽക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം, അല്ലേ? എനിക്കൊന്ന് ഹരിക്കും അത് റെസൊനേറ്റ് ചെയ്യാൻ പറ്റും.